എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 87 ശ്ലോകം 15, 16, 17, 18. അത്യന്തം മഹാത്മ്യമേറിയ അതിവിശിഷ്ടമായ ശ്രുതിഗീത ആണ് ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യത ഉദയാസ്തമയോ വികൃതേർമൃദിവാ വികൃതാത് അതർഷയോ ദധുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തവദാനി നൃണാം. ഈ കാണപ്പെടുന്നത് സകലവും ബ്രഹ്മസ്വരൂപമായ നിന്തിരുവടി തന്നെ. ഉണ്ടായതെല്ലാം ഇല്ലാതായി വരുന്ന പ്രളയത്തിലും നിന്തിരുവടി അവശേഷിക്കുന്നു. ഘടം, ചരാത് എന്നീ പദാർത്ഥങ്ങളുടെ ഉൽപ്പത്തിയും ലയവും മണ്ണിൽ കാണപ്പെടുന്നത് പോലെ എല്ലാറ്റിന്റെയും ഉൽപ്പത്തിക്കും ലയത്തിനും സ്ഥാനം നിന്തിരുവടി തന്നെ. നിന്തിരുവടിക്കാകട്ടെ വികാരം, അതായത് രൂപാന്തര സ്വീകാരം ഒന്നും ഇല്ലതാനും. ഇപ്രകാരമാകയാൽ എല്ലാറ്റിനും മുഖ്യ കാരണം നിന്തിരുവടി തന്നെ എന്ന് സിദ്ധിക്കുന്നു. കാര്യങ്ങളൊക്കെയും കാരണാത്മകങ്ങളായിരിക്കും എന്ന ന്യായപ്രകാരം നിന്തിരുവടിയിൽ നിന്നുണ്ടായതൊക്കെയും നിന്തിരുവടി തന്നെ എന്ന് പറയാൻ പാടുള്ളൂ. അതിനാൽ ഇന്ദ്രൻ, അഗ്നി മുതലായ ദേവന്മാരും നിന്തിരുവടിയിൽ നിന്ന് വേറെ ഉള്ളവരല്ല എന്ന് വരുന്നു. അതുകൊണ്ട് ഇന്ദ്രാദി നാമങ്ങൾ പറഞ്ഞു വർണ്ണിക്കുന്ന വേദങ്ങൾക്കും അവ കൊണ്ട് സേവിക്കുന്നവരുടെ ധ്യാനങ്ങൾക്കും സ്തുതികൾക്കും പരമാർത്ഥാസ്പദം നിന്തിരുവടി തന്നെ. അതുകൊണ്ട് മന്ത്രങ്ങളെ കണ്ടുപിടിച്ചവരായ ഋഷികള് അവരുടെ വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടുമുള്ള വ്യാപാരത്തെ മുഴുവനും നിന്തിരുവടിയിൽ പര്യവസാനിക്കുന്നതായി കണ്ടിരിക്കുന്നു. കല്ലിലോ മുള്ളിലോ ഇഷ്ടികകളിലോ എവിടെ കാലടികൾ വെച്ചാലും ആ അടികൾ ഭൂമിയിൽ തന്നെ വെക്കപ്പെട്ടതായി വരുന്നതല്ലാതെ മറ്റൊന്നിൽ വെച്ചതായി വരില്ല. അതുപോലെ ഏതു നാമധേയങ്ങൾ കൊണ്ട് ആരെ വേദം വർണ്ണിച്ചാലും നിന്തിരുവടിയെ തന്നെ വർണ്ണിച്ചതായി വരികയേയുള്ളൂ. മനോവാക്കുകൾ കൊണ്ട് ആരോട് എന്തു പറഞ്ഞാലും ആരെക്കുറിച്ച് എന്തു വിചാരിച്ചാലും ആയതൊക്കെയും അങ്ങയെ ഉദ്ദേശിച്ചു ചെയ്തതായി വരാനേ തരമുള്ളൂ. ദ്രുഹിണവന്നി രവീന്ദ്രമുഖാമര ജഗതിതം ന ഭവേൽ പൃഥഗുത്ഥിതം ബഹുമുഖൈരവി മന്ത്രഗണൈരജസ്ത്വം ഉരുമൂർത്തിരതോ വിനിഗദ്യസേ എന്നത് ഈ 15ാമത്തെ ശ്ലോകം സംഗ്രഹിച്ച് ശ്രീധരാചാര്യരുണ്ടാക്കിയതാണ്. അതായത് ബ്രഹ്മാവ്, അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ എന്നിങ്ങനെ ബഹുദേവന്മാരെ പറ്റി പറയുന്ന മന്ത്രങ്ങള് വേദങ്ങളിൽ കാണുന്നത് കൊണ്ട് ഈ ലോകം നിന്തിരുവടിയിൽ നിന്ന് അന്യമായിട്ടുള്ളതാണെന്ന് വരുന്നില്ല. നിന്തിരുവടി അനേക രൂപങ്ങളോട് കൂടിയവനാണെന്ന് മാത്രമേ ബഹുദേവതാവാചികളായ ആ മന്ത്രഗണങ്ങൾ സൂചിപ്പിക്കുന്നുള്ളൂ. നിന്തിരുവടിയെ കൂടാതെ അന്യദേവന്മാരുണ്ടെന്ന് കാണിക്കുന്നവയല്ല ആ മന്ത്രഗണങ്ങൾ. എന്നാൽ അവരെല്ലാം നിന്തിരുവടിയിൽ നിന്ന് ഉത്ഭവിക്കുകയും അങ്ങയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നവരാകയാൽ സർവാധിഷ്ഠാന സത്യസ്വരൂപൻ നിന്തിരുവടി ഏകൻ മാത്രമാകുന്നു. ഇന്ദ്രാദികൾ കാര്യസ്വരൂപന്മാരും നിന്തിരുവടി കാരണസ്വരൂപനും ആകുന്നു. ഇതി തവ സൂരയസ്ത്രധിപതേഖില ലോകമല ക്ഷപണ കഥാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഗു കിമുദ പുനഃസ്വധാമവിധുതാശയകാലഗുണാ പരമഭജന്തി യേ പദമജസ്രസുഖാനുഭവം. കാര്യകാരണ ന്യായങ്ങളെ വേർതിരിച്ചറിയാൻ ശക്തന്മാരായ വിവേകികള് മുൻപറഞ്ഞ വാക്കുകൾ കൊണ്ട് നിശ്ചയിക്കപ്പെട്ട മാർഗേണ സഞ്ചരിച്ചു. ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി എന്ന 3 ശക്തികൾക്ക് കാരണങ്ങളായിരിക്കുന്ന സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളെ തന്നിൽ അടക്കിയിരിക്കുന്ന മായയെ തന്റെ ഇച്ഛയ്ക്ക് തക്കവണ്ണം കളിപ്പിക്കുന്ന നിന്തിരുവടിയുടെ സകല ലോകദോഷകരമായ കഥാമൃത സമുദ്രത്തിലിറങ്ങി ദുഃഖങ്ങളെ ഉപേക്ഷിച്ചു. ഈ വിധം കഥാശ്രവണത്താൽ തന്നെ ദുഃഖങ്ങൾ നശിക്കുന്ന സ്ഥിതിക്ക് ചിലര് സ്വസ്വരൂപ പ്രകാശം നിമിത്തം അന്ധക്കരണ ധർമ്മങ്ങളായ രാഗദ്വേഷാദികളോടും കാലധർമ്മങ്ങളായ ജരാമരണാദികളോടും വേർപെട്ടവരായിട്ട് അഖണ്ഡമായ ആനന്ദത്തിന്റെ അനുഭവത്തിന് സ്ഥാനമായിരിക്കുന്ന നിന്തിരുവടിയുടെ സ്വരൂപത്തെ സേവിച്ചിട്ട് ദുഃഖങ്ങളെ ഉപേക്ഷിക്കുന്നു എന്ന് പറയാതെ തന്നെ നിശ്ചയിക്കാമല്ലോ. സകല ദേവഗണേരിത സൽഗുണസ്തുമിതി സർവമനീഷി ജനാരതാഹ ത്വയി സുഭദ്രഗുണശ്രവണാദിഭിസ്തവ പദ
പദസ്മരണേന ഗതക്ലമാഹ എന്ന് ശ്രീധരാചാര്യരുടെ ശ്ലോകം. സകല ദേവന്മാരും കൂടി നിന്തിരുവടിയെ തന്നെ സ്തുതിക്കുന്നു എന്നറിഞ്ഞിരിക്കുന്ന വിദ്വാൻമാര് അങ്ങയുടെ ഗുണകഥാശ്രവണാദികൾ കൊണ്ട് സന്തോഷിക്കുന്നവരും പാദസ്മരണം കൊണ്ട് ക്ഷീണം തീർക്കുന്നവരുമായി ജീവിതം സഫലമാക്കുന്നു. ധൃതയൈവ ശ്വസന്ധ്യാസു കൃതോ യദി തേനുവിധാ മഹദഹമാദയോണ്ടമസൃജൻ യദനുഗ്രഹത പുരുഷവിധോന്വയോത്ര ചരമോന്നമയാദിഷുയ സദസദ പരം ത്വമഥ യഥേഷവശേഷമൃതം. മനുഷ്യര് നിന്തിരുവടിയെ ഭജിക്കുന്നുണ്ടെങ്കിൽ അവര് ജീവിച്ചിരിക്കുന്നത് സഫലം തന്നെ. ഭജിക്കാതെ കാലം കഴിക്കുന്നവര് തോൽ കൊണ്ട് തീയൂതാനുണ്ടാക്കിയ തുരുത്തികൾ പോലെയുള്ളവരാണ്. തുരുത്തികളുടെ ഉള്ളിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്, പുറത്തുള്ള കാറ്റ് ഉള്ളിലേക്കും പ്രവേശിക്കുന്നുണ്ട് എങ്കിലും അവയ്ക്ക് ശ്വാസോച്ഛ്വാസങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ അങ്ങയെ ഭജിക്കാത്തവരെ കുറിച്ച് സഫല ജീവികൾ എന്ന് സത്തുക്കൾ പറയുന്ന പതിവില്ല എന്ന് കാണിക്കാണ്. അങ്ങയെ സേവിക്കാത്തവരുടെ ജന്മം നിഷ്ഫലം, അവര് ശവത്തിന് തുല്യമാർ തന്നെ എന്ന് സിദ്ധാന്തം. അതുമാത്രമല്ല, ഉപകാരം ചെയ്തവരെ ഓർമ്മ വെക്കാതിരിക്കുന്നവര് എങ്ങനെ കൃതജ്ഞന്മാരോ അതുപോലെ ജീവന്മാരുടെ പരമോപകാരിയായ നിന്തിരുവടിയെ ഭജിക്കാത്ത ജീവന്മാര് ശുദ്ധമേ കൃതജ്ഞന്മാരാകുന്നു. എന്തുകൊണ്ടെന്നാൽ മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങള് മുതലായവ ഉണ്ടായ സമയം ഒന്നിനും ഒരു കാര്യത്തെയും ജനിപ്പിക്കുവാൻ ശക്തി ഉണ്ടായിരുന്നില്ല. പിന്നെ നിന്തിരുവടി ഓരോ തത്വങ്ങളിലും പ്രവേശിച്ച് അവയ്ക്ക് സാമർഥ്യത്തെ ജനിപ്പിച്ചു. അതിനുശേഷം അവ സമഷ്ടി വൃഷ്ടി രൂപമായ ലോകത്തെയും ദേഹത്തെയും നിർമ്മിച്ചു. അപ്രകാരമുണ്ടായ ശരീരത്തെ ആശ്രയിച്ചു വസിക്കുമ്പോൾ ദേഹസൃഷ്ടിയെക്കുറിച്ച് സഹായിച്ച നിന്തിരുവടിയെ മറക്കുന്നത് ഉപകാരസ്മരണയില്ലാത്തതിന്റെ തെളിവാണ്. ഈ ദേഹത്തിലുള്ളവയും അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നിങ്ങനെ പേര് പറയപ്പെട്ടു വരുന്നവയുമായിരിക്കുന്ന പഞ്ചകോശങ്ങൾക്ക് ചൈതന്യത്തെ ഉണ്ടാക്കുന്നതും നിന്തിരുവടി തന്നെ. നിന്തിരുവടി അന്നമയാദി കോശങ്ങളിൽ പ്രവേശിച്ച് തത്തന്മയനായി പ്രകാശിക്കുന്നു. വാസ്തവത്തിൽ അന്നമയാദി കോശബന്ധം നിന്തിരുവടിക്ക് ഇല്ല താനും. എന്തുകൊണ്ടെന്നാൽ അന്നമയാദി കോശങ്ങളുടെ സ്വരൂപങ്ങളെ ഗുരുമുഖത്തിൽ നിന്ന് അറിഞ്ഞ് അവയെക്കുറിച്ച് വിചാരം ചെയ്ത് ഓരോന്നിനെയും തള്ളി അപ്പുറം കടന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ നിന്തിരുവടി ഒന്നിനോടും ചേരാതെ അഞ്ചാമത്തേതായ ആനന്ദമയ കോശത്തിന്റെയും സാക്ഷിയായി പ്രകാശിക്കുന്നു എന്ന് ഗുരുകാരുണ്യം ലഭിച്ചവർ അറിയുന്നു. എന്നു മാത്രമല്ല, സദ്രൂപങ്ങളായ സ്ഥൂല വസ്തുക്കളിൽ നിന്നും അസദ്രൂപങ്ങളായ സൂക്ഷ്മ വസ്തുക്കളിൽ നിന്നും ഭിന്നനായി ഉണ്ടായതൊക്കെയും നശിക്കുന്ന സമയത്തും നാശമില്ലാതെ അവശേഷിക്കുന്നതായ സത്യവസ്തു യാതൊന്നോ അത് നിന്തിരുവടിയാകുന്നു. ഇങ്ങനെ എല്ലാറ്റിനും അധിഷ്ഠാനമായും ആത്മാവായും ഇരിക്കുന്ന നിന്തിരുവടിയെ ഭജിക്കാത്തവർ ജീവച്ഛവങ്ങളാകുന്നു എന്നതിൽ സന്ദേഹിക്കാൻ അവകാശമില്ല എന്നാണ് അതിന്റെ അർത്ഥം. നരവപു പ്രതിപദ്യ യതിത്വയി ശ്രവണവർണ്ണന സംസ്മരണാദിഭി നരഹരേ ന ഭജന്തി നൃണാമിതം ധൃതിവതുച്ഛ്വസിതം വിഫലം തഥ എന്ന് ശ്രീധരാചാര്യവദ്യം. ഇതേ അർത്ഥത്തെ പല ആചാര്യന്മാരും പ്രകാശിപ്പിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരം സിദ്ധിച്ചിട്ടും അങ്ങയുടെ കഥാശ്രവണം, സ്വരൂപധ്യാനം മുതലായവ ചെയ്ത് ഭജിക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യ ജീവിതം നിഷ്ഫലം. അചേതനമായ തുരുത്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കും പുറത്തു നിന്ന് ഉള്ളിലേക്കും വായുസഞ്ചാരമുള്ള മട്ടിൽ ശ്വാസോച്ഛ്വാസം ഉണ്ടെന്ന് മാത്രമില്ലാതെ വേറെ പ്രയോജനമില്ല. ഉദരമുപാസതേയർഷിവത്മസുകൂർഭദൃശ പരിസര പദ്ധതിം ഹൃദയമാരുണയോദകരം തദൗദഗാദനന്ത തവ ധാമ ശിരപരമം പുനരിഹയ സമേത്യ ന പതന്തി കൃതാന്തമുഖേ. ഒരു ഉപാധിയെ ആശ്രയിക്കാതെ ഉപാസിക്കുവാൻ പ്രയാസമാകയാൽ ഉപാധിയെ അവലംബിച്ച് ഉപാസിക്കുന്നത് തന്നെ ഋഷി സമ്പ്രദായം എന്ന് വിവരിക്കുകയാണ്. ഋഷി സമ്പ്രദായ മാർഗങ്ങളിൽ സ്ഥൂലദർശികളായ ചില മുനിമാര് ഉദരത്തിന്റെ കീഴ്ഭാഗത്ത് നാഭിയോട് സമമായ സ്ഥലത്തിനുള്ളിൽ ഇരിപ്പുള്ള മണിപൂരക ചക്രത്തിൽ ബ്രഹ്മസ്വരൂപനായ നിന്തിരുവടിയെ ധ്യാനിക്കുന്നു. ആലോചിച്ചു നോക്കിയാൽ അവരുടെ ഈ ആരംഭം ഹൃദയത്തിങ്കൽ സൂക്ഷ്മമായ വേറെ ഒരു തേജോരൂപത്തെ കണ്ടിട്ട് അവിടേക്ക് മനസ്സിനെ സഞ്ചരിപ്പിക്കുവാൻ വേണ്ടി മണിപൂരകത്തിൽ ആദ്യം ഉറപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്നും നിശ്ചയിക്കുന്നതിൽ വിരോധമില്ല.
സ്ഥൂലങ്ങളായ ഉപാധികളിൽ നിന്ന് സൂക്ഷ്മങ്ങളായ മാർഗങ്ങളിലേക്ക് മനസ്സിനെ സഞ്ചരിപ്പിക്കാനുള്ള അഭ്യാസക്രമത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതായി ധരിക്കണം. ആരുണികൾ എന്ന് പ്രസിദ്ധരായിരിക്കുന്ന വേറെ ചിലര് ഹൃദയത്തിൽ തന്നെ പ്രകാശിക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ നിന്തിരുവടിയെ ഉപാസിക്കുന്നു. ഹൃദയാകാശത്തിൽ പ്രകാശിക്കുന്ന തേജോരൂപത്തെ ധ്യാനിക്കണമെന്നർത്ഥം. അല്ലയോ ആദ്യന്തമില്ലാത്ത പരിപൂർണനായുള്ളവനെ, നിന്തിരുവടിയുടെ ഉപലബ്ധി സ്ഥാനമായി ജ്യോതിസ്വരൂപമാകയാൽ ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടിയിരിക്കുന്ന സുഷുമ്നാ നാഡി അതിന്റെ പടർച്ചയ്ക്ക് സ്ഥാനമായ ആ ഹൃദയത്തിൽ നിന്ന് ശിരസിന്റെ നേരെ നീണ്ടുപോയി അതിനോട് ചേർന്ന് ദേഹമധ്യത്തിൽ നിൽക്കുന്നു. ആ സുഷുമ്നയിൽ കൂടി ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്ന ആത്മാവിന് പിന്നെ ജനന മരണ ദുഃഖരൂപമായ സംസാരത്തില് പ്രവേശിക്കേണ്ടതായി വരില്ല. സർവോപാധികളിൽ നിന്നും നിർമുക്തനായി ആനന്ദരൂപനായി വസിക്കാം. ഉദരാദിഷു യപുംസാം ചിന്തിതോ മുനിവർമ്മഭി ഹന്തി മൃത്യുഭയം ദേവോ ഹൃൽഗതം തമുപാസ്മഹേ എന്ന് ശ്രീധരാചാര്യരുടെ പദ്യം. മനുഷ്യരുടെ ഉദരാധിസ്ഥാനങ്ങളിൽ യാതൊരു തേജോമയനായ ദേവൻ വസിക്കുന്നുവോ ആ സ്വരൂപത്തെ ധ്യാനിക്കുന്നവരുടെ ജന്മ മരണാദി ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ഹൃദയസ്ഥനായ ആ ദേവനെ ഞാൻ ഉപാസിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.